പുതുവർഷത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഫോർട്ട് കൊച്ചി വേളി മൈതാനം. ഇക്കുറിയും പരേഡ് ഗ്രൗണ്ടിന് പുറമെ വേളി മൈതാനത്താണ് പാപ്പാഞ്ഞി കത്തിക്കുന്നത്. പാപ്പാഞ്ഞി കത്തിക്കപ്പെടുന്നതോടെ പുതുവർഷത്തെ നമ്മൾ വരവേൽക്കും. ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കൊച്ചിക്കാർക്ക് പാപ്പാഞ്ഞെ കത്തിക്കാതെ ഒരു പുതുവർഷമില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഏതാണ്ട് 55 അടി ഉയരത്തിൽ ഒരു പടുകൂറ്റൻ പാപ്പാനി തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു അവസാനവട്ട ഒരുക്കത്തിലാണ്. കാരണം ഡിസംബർ 31 ഈ പാപ്പാഞ്ഞെ കത്തിച്ച് നമ്മൾ പുതുവർഷത്തെ വരവേൽക്കും. ഇപ്പോൾ വേളി മൈതാനത്താണ് നമ്മളുള്ളത്. വേളി മൈതാനത്ത് ഈ പടുകൂറ്റൻ പാപ്പാഞ്ഞൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു. തൊട്ടടുത്തുള്ള പരേഡ് ഗ്രൗണ്ടിലും ഇത്തരത്തിൽ കാർണിവലിന്റെ ഭാഗമായി പാപ്പാഞ്ഞി കത്തിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വ്യത്യസ്തമായി കഴിഞ്ഞ വർഷം വലിയ വിവാദമൊക്കെ ആയിരുന്നു. കാരണം വേളി മൈതാനത്തെ പാപ്പാഞ്ഞി കത്തിക്കാൻ പാടില്ല എന്ന് സബ് കളക്ടർ നിർദ്ദേശിക്കുന്നു. പിന്നാലെ ഇതിന്റെ സംഘാടകർ കോടതി പോയിട്ടാണ് അനുമതിയൊക്കെ വാങ്ങിയത്. ഇത്തവണ അങ്ങനൊരു ആശങ്കയോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായില്ല. വലിയ ആശ്വാസത്തിന്റെയാണ് ഈ സംഘാടകരൊക്കെ ഉള്ളത്. കാരണം പാപ്പാഞ്ഞെ കഴിഞ്ഞ ഏതാനും നാളുകളിൽ തന്നെ അവരുടെ ഒരു കഷ്ടപ്പാടിന്റെ ഭാഗമായി തന്നെ അവർ ഉണ്ടാക്കി. ഇപ്പോൾ 20-ാം തീയതി അങ്ങനെ പണി മൊത്തം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു അവസാനവട്ടം മിനുക്കുപണി മാത്രമേ ഉള്ളൂ. ഇതിന്റെ സംഘാടകൻ ബെന്നി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ വലിയൊരു വിവാദമൊന്നും ഇല്ലാത്തൊരു ആശ്വാസമായി. വിവാദങ്ങൾ നേരത്തെ ഇല്ലെന്ന് നമ്മൾ 10-20 വർഷമായിട്ട് ഇത് ചെയ്യുകയായിരുന്നു. പിന്നെ ചില ഉദ്യോഗസ്ഥരുടെ ഒരു അറിവില്ലായ്മ മൂലം അത് അവർ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം പോലീസും കളക്ടറും ഡെപ്യൂട്ടി കമ്മീഷണറും അസിസ്റ്റന്റ് കമ്മീഷണറും CAയും എല്ലാവരും ഒരുപോലെ നമ്മളോട് സഹായിക്കുകയാണ്. കോർപ്പറേഷനും റവന്യൂ ഡിപ്പാർട്ട്മെന്റും എല്ലാവരും നമ്മളെ സഹായിക്കുകയാണ്. ഇറ്റാലിയൻ മോഡൽ പാപ്പാനിയാണോ? അതെ, ഇതൊരു ഇറ്റാലിയൻ കൾച്ചറാണ്. ഇറ്റാലിയൻ കാർണിവലിൽ അവരാ ചെയ്യുന്ന സ്ട്രക്ചറാണ് നമ്മൾ ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ശില്പി തന്നെ വെറും 9 ദിവസം കൊണ്ട് അരുൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ഉയർത്തി നിന്ന ഒരു സംവിധാനമാണ്. വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഇലക്ഷനൊക്കെ ആയിരുന്നല്ലോ, പെരുമാറ്റച്ചട്ടം ഇതൊക്കെ കാരണം 9 ദിവസം കൊണ്ട് ഗാലാഡിയുടെ സംഘാടകരെല്ലാവരും ഈ അരുൺ എന്ന് പറഞ്ഞ ശില്പി അത് തീർത്തു തന്നതാണ്. ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള പാപ്പാഞ്ഞിയായിരിക്കും ഉണ്ടാവാറില്ല. വ്യത്യസ്തമായ അതെ, നമ്മളൊരു ഫോർട്ട് കൊച്ചിയുടെ ഒരു കൾച്ചർ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ 25-ാം തീയതി നമ്മളെ സംബന്ധിച്ചിടത്തോളം 1,00,000 പേരോളം ഇതിൻ്റെ അകത്തേക്ക് ഈ പപ്പയെ കാണാനും ട്രീ കാണാനും എല്ലാം കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് പരമാവധി അങ്ങേയറ്റം ഒരു പാടുപെട്ടുന്നുണ്ട്, ഇത് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ 1,00,000-ൽ മേലെ ആൾക്കാരെയാണ്.